പ്രിയദർശിനി പദ്ധതിക്കായി ഫണ്ട് അനുവദിച്ച സർക്കാർ 41,50,00,000 രൂപ നൽകാൻ ഉത്തരവായി. 2026 ജൂൺ 15 മുതൽ 30 വരെയുള്ള 15 ദിവസത്തെ തുകയാണത്. അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? UDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി എന്നുള്ളത്. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര നൽകുന്ന KSRTCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് പ്രിയദർശിനി പദ്ധതി. അതിനുവേണ്ടിയുള്ള ആദ്യഘട്ട ധനസഹായ വിതരണമാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിട്ടുള്ളത്. 41.5 കോടി രൂപയുടെ ആദ്യഘട്ട വരുമാനമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 41,50,58,555 രൂപയാണ് സർക്കാർ CMDയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുള്ളത്. ജൂൺ 15 മുതൽ, അതായത് പ്രിയദർശിനി തുടങ്ങിയ ജൂൺ 15 മുതൽ 30 വരെയുള്ള 15 ദിവസത്തെ തുകയാണ് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ബാക്കി തുക ഉടൻ തന്നെ രണ്ടാം ഘട്ടത്തിൽ നൽകും എന്നുള്ളതാണ്. KSRTC നൽകുന്ന കണക്കിന്റെ അനുസരിച്ചാണ് ഈ തുക കൈമാറുന്നത്. നേരത്തെ തന്നെ KSRTC 0 ടിക്കറ്റ് ആണെങ്കിൽ പോലും ഇതിന് മുകളിൽ ഈ പ്രിയദർശിനി ഫെയറിൽ 0 ആണ് കാണിക്കുന്നതെങ്കിലും എവിടെ മുതൽ ഏത് പോയിന്റിലേക്കാണ് യാത്ര അത് മുകളിൽ കൃത്യമായി രേഖപ്പെടുത്തും. മാത്രമല്ല അതിന്റെ തുക കൂടി ഈ ടിക്കറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തുകകൾ, ഈ ടിക്കറ്റുകൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തുക അത് സർക്കാരിന് KSRTC കൈമാറുകയും ചെയ്യും. തുടർന്ന് അതനുസരിച്ചുള്ള തുകയാണ് സർക്കാർ കൈമാറുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് KSRTC ബസ്സുകൾ അത് ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ, ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും KSRTCയുടെ പ്രിയദർശിനി ഏതാണ്ട് 150ഓളം വരുന്ന പ്രിയദർശിനി ബസ്സുകൾ സർവീസ് നടത്താതെ കട്ടപ്പുറത്ത് ആയിരുന്നു. നിലവിൽ ഈ ഒരു തുക കിട്ടിയെങ്കിൽ പോലും ഇനി KSRTCയുടെ മുന്നോട്ട് പോക്ക് സംബന്ധിച്ച് വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ജീവനക്കാരിൽ പോലും ഇത് വലിയൊരു ആശയക്കുഴപ്പമായി തന്നെ നിലനിൽക്കുകയാണ്. എങ്ങനെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടന്നുകൊണ്ട് KSRTC ഈ ഒരു സൗജന്യ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? കാരണം ബസ്സുകൾക്ക് ടയർ പോലും വാങ്ങിയിടാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് KSRTC നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലടക്കം ഈ ഫാസ്റ്റ് ബസ്സുകൾ ഓടുന്നതിനായി KSRTCയുടെ പ്രിയദർശിനി ബസ്സുകളുടെ പിൻചക്രങ്ങൾ ഊരിയെടുത്ത ഫാസ്റ്റ് ബസ്സുകളിൽ ഘടിപ്പിച്ച ശേഷമാണ് പലയിടങ്ങളിലേക്കും ഡിപ്പോകളിലേക്കുമുള്ള യാത്ര തുടങ്ങിയത് എന്നുള്ളതാണ്. മാത്രമല്ല നിലവിൽ തന്നെ ഇപ്പോൾ KSRTCയുടെ പല ബസ്സുകളുടെയും ടയറുകൾ തേഞ്ഞ അവസ്ഥയിലാണ്. സ്പെയർ പാർട്സുകൾ ലഭിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഏതാണ്ട് 2000ഓളം വരുന്ന ബസ്സുകൾ അടിയന്തരമായി തന്നെ മാറ്റേണ്ട സ്ഥിതിയിലാണ് ഉള്ളത്. ഈ ബസ്സുകൾ അത് കാലാവധി 15 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. പിന്നീട് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള ഇളവുകൾ പ്രകാരം പ്രതിവർഷം ഇതിന്റെ ഫിറ്റ്നസ് നടത്തിക്കൊണ്ട് എങ്ങനെയൊക്കെയോ KSRTC മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം CMD അടക്കം സർക്കാരിന് ഒരു കത്തയച്ചിരുന്നു. അടിയന്തരമായി 1900 KSRTC ബസ്സുകൾ വാങ്ങണം. അതിന് വിദേശ ബാങ്കുകളുടെ വായ്പ എടുക്കാൻ അനുമതി നൽകണം. ഈ വായ്പ എടുക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകണം. ഒപ്പം തന്നെ കേന്ദ്ര അനുമതി വേണം. അതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ പ്രിയദർശിനി പദ്ധതിയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കും എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിലുള്ള ഈ ഒരു സാമ്പത്തിക സഹായം സർക്കാർ നൽകിയിട്ടുള്ളത്. 41.5 കോടി രൂപയാണ് ഇപ്പോൾ CMDയുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ കൈമാറിയിട്ടുള്ളത്. കീർത്തന, UDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് പ്രിയദർശിനി. അതിനിപ്പോൾ ഇതാ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ പദ്ധതിക്കായി ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. 41,50,00,000 രൂപയാണ് നൽകാൻ ഉത്തരവായിരിക്കുന്നത്. അശ്വിൻ ഡിയാഗോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.